அன்புள்ள தாய்மார்களே, பெரியோர்களே, நண்பர்களே, மாணவர்களே, உங்கள் அனைவருக்கும் எனது வணக்கத்தை தெரிவித்துக் கொள்கின்றேன். இன்றைய நிகழ்ச்சியில் தமிழ் தெரிந்தவர்களுக்கு மலையாளம் தெரியவும், மலையாளம் தெரிந்தவர்கள் தமிழ் தெரிவதற்குமான ஒரு உரையாடலை சொல்லப் போகின்றேன். ஒரே வகுப்பில் ஒன்றாக படித்த 2 தோழிகள் நீண்ட நாட்களுக்கு பிறகு சந்திக்கின்றனர். அவர்களிடையே நடக்கக்கூடிய ஒரு உரையாடல் இது. கேட்டு பாருங்கள். ஐயோ, யார் இது? மஞ்சுவா? அடியே, உன்னை பார்த்து எத்தனை நாளாகுது? நீ இப்போ எங்கே இருக்கிற? അയ്യോ, ഇത് ആര്? മഞ്ജുവാണോ? എടി, നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി? നീ ഇപ്പോൾ എവിടെയാണ്? നീ വനജാതാനേ? നീ വനജയല്ലേ? ആമാം, വനജാവേ താൻ. അതെ, വനജയാണ്. നീ ரொம்ப മാറിപ്പോയിട്ടിയേ. നീ വളരെ മാറിപ്പോയല്ലോ. ഞാൻ മട്ടുമാ, നീയും കൂടെ താൻ. ഞാൻ മാത്രമാണോ? നീയും അങ്ങനെയാണല്ലോ. വനജ, ഞാൻ இப்போது கனடாவில் இருக்கிறேன். വനജ, ഞാനിപ്പോൾ കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. കനഡാവിലാ? അങ്ങ് എപ്പടി പോനെ? കാനഡയിലോ? അവിടെ നീ എങ്ങനെ പോയി? നാമ അണ്ണയ്ക്ക് ഡിഗ്രി முடிச்சோமில்ல. நீ வங்கியில் வேலைக்கு போனப்போ எனக்கு வேலை ஒன்றும் கிடைக்கல. அப்படி இருக்கும்போது கனடாவில் போகிறதுக்கு ஒரு வாய்ப்பு வந்தது. നമ്മളന്ന് ഡിഗ്രി ഒരുമിച്ച് പഠിച്ചില്ലേ? നീ ബാങ്കിൽ ജോലിക്ക് പോയപ്പോൾ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കാനഡയിലേക്ക് പോകാൻ ഒരു അവസരം വന്നു. അங்கே ഉനക്ക് എന്ന വേലൈ? അവിടെ നിനക്ക് എന്താണ് ജോലി? അங்கே ഞാൻ വിളയാട്ടുതുറയിൽ പயிற்சியாளராக இருக்கிறேன். അവിടെ ഞാൻ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രെയിനറായി ജോലി ചെയ്യുന്നു. വിളയാട്ടുതുറയിലാ? എന്ന വിളയാട്ട്? സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണോ? എന്ത് കളിയാണ്? റണ്ണിങ്ങിലതാണ്, ഓട്ടത്തിലാണ്. റണ്ണിങ്ങാ? ഓട്ടത്തിലാണോ? ആമാ, കല്ലൂരിയിൽ പഠിക്കുമ്പോൾ ഓട്ടത്തിൽ നിറയെ പരിസ് വാങ്ങിയിരിക്കുന്നല്ലേ, അത് ഇപ്പോൾ കൈ കൊടുത്തത്. അതെ, ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ഓട്ട മത്സരങ്ങൾക്കെല്ലാം ഒരുപാട് പ്രൈസ് വാങ്ങിച്ചിട്ടില്ലേ, അതാണ് ഇപ്പോൾ എന്നെ സഹായിച്ചത്. ஆமாம்மா, நீ அன்னைக்கு நெத்திலி மீன் மாதிரி ரொம்ப மெலிஞ்சிருந்தாலும் നന്നാ ഓടുവേ. അതെ അതെ അതെ, നീ അന്ന് നെത്തോലി പോലെ വളരെ മെലിഞ്ഞിരുന്നാലും നന്നായി ഓടുമായിരുന്നു. ആമാണ്ടി, അന്ത ഓട്ടം താൻ ഇപ്പോൾ എനക്ക് ഉദവി ചെയ്തിരിക്ക്. അതെ അതേടി, ആ ഒരു ഓട്ടമാണ് എന്നെ ഇപ്പോൾ സഹായിച്ചിരിക്കുന്നത്. കനഡ എപ്പടിപ്പെട്ട നാട്? ഉനക്ക് അങ്ങേ എല്ലാ വസതിയും ഉണ്ടാ? കാനഡ എങ്ങനെയുള്ള രാജ്യമാണ്? നിനക്കവിടെ എല്ലാ സൗകര്യവും ഉണ്ടോ? ഉണ്ടടി ഉണ്ട്. ഉണ്ടടി ഉണ്ട്. നല്ല ശമ്പളം ഇருக்கு. ഉണ്ടടി ഉണ്ട്. നല്ല ശമ്പളമുണ്ട്. എല്ലാ വസതികളും അങ്ങിருக்கு. എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഉനക്ക് കല്യാണമായിടിച്ചാ? നിനക്ക് വിവാഹമായോ? ആമാ, കല്യാണമായിടിച്ച്. 2 പിള്ളേകളും இருக்கிறார்கள். അതെ, വിവാഹമായി 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഉൻ കണവർക്ക് എന്ന വേലൈ? നിൻ്റെ ഭർത്താവിന് എന്താണ് ജോലി? അവർ അങ്ങേ ഒരു കമ്പനിയിൽ മാനേജറായി இருக்கிறாரு. അയാൾ അവിടെ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ്. ഉനക്ക് കല്യാണം ആയിരിക്കാ? നിനക്ക് വിവാഹമായോ? ആമാംടി, എനക്കും ആയിടിച്ച്. ഒരു മകൻ இருக்கிறான். ഉൻ കണവർക്ക് എന്ന വേലൈ? നിൻ്റെ ഭർത്താവിന് എന്താണ് ജോലി? എൻ കണവർക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ വേല. എൻ്റെ ഭർത്താവിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലാണ് ജോലി. அப்படியா? உன்னை பார்த்ததில் எனக்கு ரொம்ப சந்தோஷமாக இருக்குடி. അതേ, നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എനക്കും അപ്പടിത്താൻ മഞ്ജു. എനിക്കും അങ്ങനെയാണെടി മഞ്ജു. വനജ, അണ്ണയ്ക്ക് നമ്മ കൂടെ പഠിച്ച് ശശികലാവെ പറ്റി ഏതാവത് തെരിയുമോ ഉനക്ക്? വനജേ, അന്ന് നമ്മുടെ കൂടെ പഠിച്ചില്ലേ ഒരു ശശികല? ആ ശശികലയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ? ഓ, അന്ത കുണ്ട് ശശികലാവാ? അവ ഇപ്പോൾ മുന്ന മാതിരി കുണ്ട് ഇല്ലടി, ரொம்ப മെലിഞ്ചു പോയിട്ടാ. ഓ, ആ ഗുണ്ട് ശശികലയോ? അവൾ പണ്ടത്തെ പോലെ ഇപ്പോൾ ഗുണ്ടൊന്നും അല്ല, വളരെ മെലിഞ്ഞു പോയി. അപ്പടിയാ? അവൾ എന്നെ ചെയ്യുറാൾ? അങ്ങനെയാണോ? അവൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവൾ പെരിയ ആൾ ആയിട്ടാളടി. ഇപ്പോൾ നമ്മ തൊകുതി MLA അവൾ. അവളോ? അവളിപ്പോൾ വലിയ ആളായി. അവളിപ്പോൾ നമ്മുടെ MLA ആണ്. MLA വാ? അയ്യോ, നമ്പവേ മുടിയില്ലയേ.
MLA-യോ? അയ്യോ, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എപ്പടി അവൾ MLA ആയിട്ടാ? എങ്ങനെയാണ് അവൾ MLA ആയത്? അവൾ അണ്ണയ്ക്ക് അരസിയല്ല ചെയ്തിട്ടാ. അവൾ അന്നേ രാഷ്ട്രീയത്തിലേക്ക് പോയി, അപ്പുറം ഇപ്പോൾ MLA ആയിട്ടാ. അതിനുശേഷം അവൾ ഇപ്പോൾ MLA ആയി. അപ്പുറം കുമാർ എന്നെ ചെയ്യറാൻ. ശരി, നമ്മുടെ കുമാർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഓ, അന്ത കുറുമ്പ് കുമാരാ, അവനും പെരിയ ആളായിട്ടാണ്ടി. ഓ, ആ കുസൃതി കുമാറാണോ? അവനും വലിയ മുതലാളിയായി. അവൻ ഇപ്പോൾ പെരിയ മുതലാളിയാக இருக்கிறான். അവൻ ഇപ്പോൾ വലിയ മുതലാളിയാണ്. നമ്മ ഊരിൽ ഒരു പെരിയ തുണിക്കട മുതലാളിയായി இருக்கிறான். അവൻ ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് ഒരു വലിയ തുണിക്കട മുതലാളിയായി ഇരിക്കുകയാണ്. വിഷയങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ரொம்ப സന്തോഷமாக ഇരിക്കടി വനജ. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു വനജേ. ഇനി നീ എന്നാണ് കാനഡയിലേക്ക് തിരിച്ചു പോകുന്നത്? ഞാൻ ഇപ്പോൾ 1 മാസം ലീവുക്ക് വന്നിരിക്കേ. വന്ന് 3 വാരം ആകുது. 1 വാരം കൂടെ കഴിച്ച് നാം പോവാൻ. ഞാൻ 1 മാസത്തെ ലീവിനാണ് ഇവിടെ വന്നത്. 3 ആഴ്ചയായി. ഇനി 1 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കാനഡയിലേക്ക് തിരിച്ചു പോകും. കനഡാവിലെ ഇന്ത്യക്കാർ നിറയെ പേർ ഇരിക്കാറുകളാ? കാനഡയിൽ ഇന്ത്യക്കാർ ഒരുപാടുണ്ടോ? ആമാ, നിറയെ പേർ ഇരിക്കാങ്ക. അതെ, ഒരുപാട് പേരുണ്ട്. ഉന്നുടയ വങ്കി വേലയെല്ലാം എപ്പടി ഇരിക്ക്? നിൻ്റെ ബാങ്ക് ജോലിയൊക്കെ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. നന്നാக இருக்கிறது. നന്നായിരിക്കുന്നു. ഉനക്ക് ഉടനെ പ്രൊമോഷൻ ഏതാவது கிடைக்குமா? നിനക്ക് ഉടനെ പ്രൊമോഷൻ എന്തെങ്കിലും കിട്ടുമോ? ഉടനെ ഇല്ലേ, ഒരു 5 வருடம் കഴിത്ത് കിടക്കും. ഉടനെ കിട്ടില്ല, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടും. എന്ന പ്രൊമോഷൻ? എന്ത് പ്രൊമോഷനാണ്? വങ്കി മാനേജറാக പ്രൊമോഷൻ കിടക്കും. ബാങ്ക് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടും. ഇപ്പോൾ എന്ത് പദവിയിലാണ് ഇരിക്കുക? ഇപ്പോൾ നീ ഏത് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്? ഇപ്പം ഞാൻ അസിസ്റ്റൻ്റ് മാനേജർ. ഞാൻ ഇപ്പോൾ അസിസ്റ്റൻ്റ് മാനേജറാണ്. അപ്പടിയാ? മാനേജർ ആകുമ്പോൾ ശമ്പളം ரொம்ப കൂടുമാ? അങ്ങനെയാണോ? മാനേജർ ആകുമ്പോൾ ശമ്പളം ഒരുപാട് കൂടുമോ? നിറയെ ഒന്നും കൂടാതെ ഒരു 10,000 രൂപ അധികமாக കിടക്കും. ഒരുപാടൊന്നും കിട്ടില്ല, ഒരു 10,000 രൂപ കൂടുതലായിട്ട് കിട്ടും. അவ்வளவு தானா? അത്രയേ ഉള്ളൂ. അவ்வளவுதான் കിടക്കും. അത്രയേ ഉള്ളൂ, അത്രയേ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് പെൻഷൻ ഇരിക്കാ? നിങ്ങൾക്ക് പെൻഷൻ ഉണ്ടോ? പെൻഷൻ ഇരിക്ക്, പെൻഷൻ ഉണ്ട്. പിന്നെ എന്നെ വയസ്സാന കാലത്തിൽ സന്തോഷமாக വാഴലാമേ. പിന്നെന്താ, വയസ്സാവുമ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. അത് ശരിതാൻ, അത് ശരിയാണ്. ഇപ്പോൾ ഉനക്ക് എவ்வளவு രൂപ ശമ്പളം കിടക്കും? ഇപ്പോൾ നിനക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? അതിനെക്കുറിച്ചെല്ലാം അപ്പടിയല്ല, അതെല്ലാം കേൾക്കാതെ ഉനക്ക് കിടക്കുന്നത് മാതിരി പെരിയ തുക ഒന്നും കിടക്കാതെ നീ വെളിനാട്ട് പണമല്ലവാ വാങ്ങുകറായി. അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ നിനക്ക് കിട്ടുന്ന പോലെ വലിയ തുകയൊന്നും കിട്ടില്ല. നീ വിദേശ നാണയമല്ലേ വാങ്ങുന്നത്? വെളിനാട്ട് പണമാനാ എന്നെ ரொம்ப കഷ്ടപ്പെട്ട് തന്നെ വാങ്ങുറേൻ. വിദേശ നാണയം എന്ന് പറഞ്ഞാൽ മതിയോ? ഞാൻ വളരെ കഷ്ടപ്പെട്ടല്ലേ വാങ്ങുന്നത്. എന്നെ കഷ്ടം? എന്താ കഷ്ടം? സ്വന്തം ഊരെ മറന്ന്, നാട്ടെ മറന്ന് വെളിനാട്ടിലെ വേല ചെയ്തത് കഷ്ടമല്ലവാ? സ്വന്തം സ്ഥലത്തിനെ മറന്ന്, രാജ്യത്തിനെ മറന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത് കഷ്ടമല്ലയോ? നമ്മ നാട്ടിലെ വേല ചെയ്താലും കഷ്ടം താനേ, നമ്മുടെ രാജ്യത്തിൽ ജോലി ചെയ്താലും കഷ്ടമല്ലേ? ആനാലും നമ്മ നാടിന സ്വന്തം നാട് എങ്ങനെ സന്തോഷം ഇരിക്കുമല്ലവാ? എങ്കിലും നമ്മുടെ രാജ്യമെങ്കിൽ സ്വന്തം രാജ്യമെന്നുള്ളൊരു സന്തോഷമെങ്കിലും കാണുമല്ലേ? അപ്പടി പാത്താ വാഴ മുടിയുമാ? അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? സ്വന്തം നാടാനാലും വെളിനാടാനാലും കിടക്കിற വായ്പ നമ്മൾ പയൻപെടുത്തണം. സ്വന്തം രാജ്യമായാലും വിദേശമായാലും കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. എങ്കിലല്ലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ആമാമ സരിതാ, ഇതുകൂടെ ഇല്ലാமல் എത്രയോ പേർ ചുമ്മാ ഇരിക്കാങ്ക. അതെ അതെ, ഒരു വിധത്തിൽ ശരിയാണ്. ഇതുപോലും ഇല്ലാതെ എത്രയോ പേര് വെറുതെ ഇരിക്കുന്നു. പിന്നെ പെരിയ പഠിപ്പെല്ലാം പഠിച്ചുകിട്ട് വേല കിടക്കാமல் നിറയെ പേർ കഷ്ടപ്പെട്ടിരിക്കാങ്ക. വലിയ വലിയ പഠിത്തമൊക്കെ പഠിച്ചിട്ട് ജോലി ഒന്നും കിട്ടാതെ ഇന്നും കുറച്ച് പേര് വെറുതെ ഇരിക്കുകയാണ്. സരിതാ, അതെല്ലാം വച്ച് പാക്കുമ്പോൾ നമുക്ക് കഷ്ടമേ ഇല്ല.
ശരിയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രയാസമൊന്നും ഇല്ല. ഉണ്മ സത്യം. ശരി പേശി നേരമാകി വിട്ടത്. ശരി സംസാരിച്ച് ഒരുപാട് സമയം പോയി. ഇനി നാം എണ്ണയ്ക്ക് സന്ധിക്കലാം. ഇനി നമ്മൾ എന്നാണ് കാണുക? അത് ചൊല്ല മുടിയാത്. എതുക്കും ഉൻ ഫോൺ നമ്പർ കൊടു. അത് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും നിൻ്റെ ഫോൺ നമ്പർ ഒന്ന് താ. ശരി, ഇതുതാ എൻ ഫോൺ നമ്പർ. ശരി, ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. ശരി ഓക്കെ, പോയി വരട്ടമ്മ. ശരി ഓക്കെ, പോയിട്ട് വരട്ടെ. പോയി വാ, ടാറ്റ. ശരി, പോയി വരൂ, ടാറ്റ. அன்பர்களே, இது ஒரு தமிழ் மலையாள உரையாடல். இந்த உரையாடல் உங்களுக்கு பிடித்திருந்தால் எனக்கு சப்ஸ்கிரைப் பண்ண வேண்டும், லைக் செய்ய வேண்டும், உங்கள் நண்பர்களுக்கு ஷேர் செய்ய வேண்டும் என்று கேட்டு முடிக்கிறேன். நன்றி, வணக்கம்.